ദി ക്ലോസ്നെസ്, അടുപ്പം. കിറ്റ് സോഹർ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. 2023 സിനിമയാണ്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു വാർത്ത. അതായത് ഞാൻ മലയാളത്തിലാണല്ലോ സിനിമകളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത്. അതിന് പകരം ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടൊരു ചാനൽ എടുത്തു. മുമ്പ് ഇവിടെയും കുറച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ തോട്ട് ദാറ്റ് സംടൈംസ് എല്ലാ സിനിമകളും മലയാളത്തിൽ ഇവിടെ തന്നെ എല്ലാ ദിവസവും ഒരു വീഡിയോ ഈ ചാനലിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഗുഡ്. അപ്പോൾ ചില സിനിമകൾ മലയാളത്തിലും ചില സിനിമകൾ ഇംഗ്ലീഷിൽ മൂവി പോസിറ്റീവ് എന്നുള്ള ഒരു ചാനൽ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെയും യു ക്യാൻ ടേക്ക് എ ലുക്ക്. കാരണം ചില സിനിമകൾ മാത്രമല്ല, മലയാളം സിനിമകൾ കൂടുതൽ, അല്ലെങ്കിൽ മലയാളം സിനിമകളെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് പറയുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു തോന്നൽ. കാരണം മലയാളം അറിയാത്ത ആൾക്കാർ മലയാളം സിനിമകളെപ്പറ്റി അറിഞ്ഞ് മലയാളം സിനിമ കാണുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ എന്നുള്ളത്. അപ്പോൾ മൂവി പോസിറ്റീവ് പോവുക, അവിടെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക, താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ. അപ്പോൾ ഇവിടെയുള്ള അതേ സിനിമകൾ അവിടെ ഇല്ല. ചില സിനിമകൾ ഈ ചാനലിലും ചില സിനിമകൾ ആ ചാനലിലും, ചിലത് മലയാളത്തിൽ ചിലത് ഇംഗ്ലീഷിൽ. അതാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് ദി ക്ലോസ്നെസ്സിലേക്ക് വരാം. ആക്ച്വൽ പീപ്പിൾ എന്നുള്ളൊരു സിനിമയും ദ ക്ലോസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് കിറ്റ് സോഹർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്ലോസ്നെസ് എന്ന സിനിമ അത് കാണാൻ ഇറ്റ് മേക്സ് എസ് വെരി അൺകംഫർട്ടബിൾ സിനിമ കാണുന്ന സമയത്ത്. അതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കപ്പിൾസ്, ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്, അവർ രണ്ടുപേര്, കിറ്റ് സോഹർ തന്നെയാണ് അതിൽ അഭിനയിക്കുന്നത്, പെൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം രണ്ടുപേര് ലവേഴ്സ്, അവർ ആൺകുട്ടിയുടെ ഹൈസ്കൂൾ റീയൂണിയന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വരികയാണ്. അപ്പം ഹൈസ്കൂൾ റീയൂണിയന് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പേയിങ് ഗസ്റ്റായിട്ട്, നമ്മൾ എയർബിഎൻബിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാൻ മതി അവിടെ. അപ്പോൾ അവിടെ താമസിക്കുന്ന കക്ഷി എവിടെ പോയതാണ്. അപ്പോൾ ആ മുറി അവൈലബിൾ ആണെന്നുണ്ട്, ഇവരവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ അപ്പാർട്ട്മെൻറ്റിൽ വേറൊരു കക്ഷിയും കൂടെ ഉണ്ട്. അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. ആ സിനിമ മുഴുവൻ ആ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതും കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത്, ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആകെ 4 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ സിനിമ മൊത്തം എടുത്തിട്ടുള്ളത്. പക്ഷേ ക്ലോസ്നെസ്, അടുപ്പം ഉണ്ടാക്കുന്നൊരു ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് വളരെ ലൗഡായിട്ട് തന്നെ, ഉച്ചത്തിൽ തന്നെ ആ സിനിമയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡയറക്ടർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ, ഇവരവിടെ ഒരു റീയൂണിയനിൽ വന്നതാണല്ലോ. അപ്പോൾ അവിടെ ഈ ചെക്കൻ്റെ ഒരു പെൺകുട്ടി ഫ്രണ്ട് ഹൈസ്കൂളിൽ പഠിച്ച ആ കുട്ടി അവിടെ വരുന്ന ഒരു സമയം. അപ്പോൾ ഇവർ തമ്മിൽ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരികയാണ്, സംശയങ്ങളും അങ്ങനെയൊക്കെ. അപ്പം അതുമായിട്ടുള്ളൊരു ടെൻഷൻ ഇവർ തമ്മിൽ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇവരുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന, അത് അപ്പാർട്ട്മെൻറ്റ് ആക്ച്വൽ ഓണർ എന്നുള്ളത്, അയാൾ കുറച്ചൊരു വിയേർഡായിട്ടുള്ളൊരു ബിഹേവിയറാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ ആ വിയേർഡാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവർ വിയേർഡാണ് എന്നുള്ളതാണ് അയാൾക്ക് തോന്നുന്നത്. അങ്ങനെ ഒക്കെ കൂടിയിട്ട് ഒരു 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 കോംപ്ലക്സ് സിറ്റുവേഷനിൽ, കാരണം അതിൻ്റെ ഒരു, ഞാൻ പറയുന്നത് കാണാൻ അൺകംഫർട്ടബിൾ ആണ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, അതിലെ ചില റിലേഷൻഷിപ്സിൻ്റെ ചില കോംപ്ലക്സിറ്റീസൊക്കെ നമ്മൾ വേറെയും എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിലോ പരിചയമുള്ള ആൾക്കാരുടെ ജീവിതത്തിലോ ഇതുപോലുള്ള കോംപ്ലക്സിറ്റീസ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് സ്പൗസിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ പഴയകാല സുഹൃത്തുക്കളെ കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ പോകുന്ന കുറേ തോട്ട്സ് എന്നുള്ളത് ഒരു വശത്ത്. പിന്നെ രണ്ടുപേര് വളരെ ക്ലോസ് ആയിട്ട്, വളരെ ഇൻറ്റിമേറ്റായിട്ട് താമസിക്കേണ്ട ഒരു സ്ഥലമാണ് ഒരു വീട് എന്ന് പറഞ്ഞാൽ. ഇവർ പേയിങ് ഗസ്റ്റ് മാതിരി ഒരു വന്ന് താമസിക്കുകയാണെങ്കിലും അവരുടെ ആ സ്പേസിൽ, ആ വീട്ടിൽ ഓണറായിട്ടുള്ള ഒരാൾ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുന്നത് ഒരു ഭയങ്കര അൺകംഫർട്ടബിൾ സിറ്റുവേഷനാണ്. പിന്നെ ആ ആളുമായിട്ട് ഈ സ്ത്രീ നന്നായിട്ട് ഇടപഴകുന്ന, സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു അസൂയയും കാര്യങ്ങളൊക്കെ.
പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവർ രണ്ടുപേരുടെയും പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ അത് തലപൊക്കി വരികയാണ്. അപ്പോൾ ഒരു ചെറിയ ഏതാനും ദിവസങ്ങളുടെ ഒരു കാലയളവിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, അത് ഈ ക്ലോസ്നെസ്സാണ്, ഇതെല്ലാത്തിനും ഈ ക്ലോസ്നെസ്സാണ്. ഈ രണ്ടുപേര് തമ്മിലുള്ള ക്ലോസ്നെസ്, ബോയ് ഫ്രണ്ടിന് പഴയ കാല സുഹൃത്തുമായിട്ടുള്ള ക്ലോസ്നെസ്. കാരണം അത് പ്രണയമോ അങ്ങനത്തെ യാതൊരു ചിന്തയല്ല. ക്ലോസ്നെസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹൈസ്കൂളിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഈ കൂടുള്ള കുട്ടി ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ ക്ലോസ്നെസ്, പിന്നെ അവിടെയുള്ള സ്ട്രേഞ്ചറുമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു തരം ക്ലോസ്നെസ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ക്ലോസ്നെസ്സും ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. അത്ര ഈസി വാച്ചാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി ദാറ്റ് ഐ ഫെൽറ്റ് ഐ ഷുഡ് ഇൻട്രൊഡ്യൂസ് ടു യു ആൾ. മൂവിയിൽ കണ്ടതാണ് ദി ക്ലോസ്നെസ് എന്നുള്ളൊരു സിനിമ. പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ, ഈ ഫിലിം ഉണ്ടാക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തൊക്കെ രീതിയിൽ നമുക്ക് സിനിമകൾ എടുക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു പഠനം കൂടിയായിട്ട് ഈ സിനിമയെ കാണാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അവർ 2017 ഫിലിം ഇത് പഠിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ആ ഫ്രഷ് ലുക്ക് അറ്റ് ദ എൻറ്റയർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ളതും കൂടെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മൂവി പോസിറ്റീവ് MOVIEPOSITIVE എൻ്റെ പെൻ പോസിറ്റീവ് എന്നുള്ള ചാനലിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് പുസ്തകത്തിന് വേണ്ടി ബുക്ക് പോസിറ്റീവും അജൈൽ കാര്യങ്ങൾ സംസാരിക്കാൻ അജൈൽ പോസിറ്റീവും ഒക്കെ ഉള്ള പോലെ സിനിമയ്ക്ക് വേണ്ടി ഇംഗ്ലീഷിൽ മൂവി പോസിറ്റീവ് എന്ന് പറഞ്ഞ ചാനൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ സിനിമകൾ വരാൻ രണ്ടും ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ആൻഡ് ദെയർ യുഡ് ബി ഏബിൾ ടു ലുക്ക് അറ്റ് ഓൾ ദ മൂവീസ് ദാറ്റ് ഐ റെക്കമെൻഡ്. ഇവിടെ മലയാളത്തിൽ, അവിടെ ഇംഗ്ലീഷിൽ. നബനായനേക്കാം.